യേശുവിൽ സ്നേഹമുള്ള വചനയാത്രാ ശ്രോതാക്കളെ, നിത്യജീവനെക്കുറിച്ചുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും ഇന്നത്തെ ലോകത്തിൽ കുറഞ്ഞു വരികയാണ്. സമ്പത്തും സൗഭാഗ്യങ്ങളും ജീവിതത്തിൻ്റെ അളവുകോലായി മാറിക്കൊണ്ടിരിക്കുന്നു. സമ്പത്തും പണവും അധികാരവുമുള്ളവരാണ് ഇന്ന് വലിയവരായി കണക്കാക്കപ്പെടുന്നത്. ദാരിദ്ര്യവും കഷ്ടപ്പാടുമെല്ലാം ശാപമായി കരുതുകയാണ്. ഇവിടെയാണ് യേശു ധനികനായ യുവാവിനോട് പറയുന്നത്, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം എന്ന്. എന്നാൽ ധനികനായ ആ യുവാവിന് അത് സ്വീകാര്യമായിരുന്നില്ല. ചെറുപ്പം മുതൽ എല്ലാ പ്രമാണങ്ങളും അനുസരിക്കുന്ന താൻ എല്ലാം കൊണ്ടും നിത്യജീവന് അർഹനാണ് എന്ന് അവൻ കരുതിയിരുന്നു. എന്നാൽ നിനക്ക് ഒരു കുറവുണ്ട് എന്ന് യേശു പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും ആ യുവാവിന് കഴിഞ്ഞില്ല. കാരണം അയാൾ അത്രമാത്രം തൻ്റെ സമ്പത്തിനെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് യേശു പഠിപ്പിക്കുന്നത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. ഇത് സമ്പത്ത് അതിനാൽ തന്നെ മോശമായതിനാലല്ല, പ്രത്യുത അത് കൈകാര്യം ചെയ്യുന്നവരുടെ മനോഭാവത്തിൻ്റെ കുഴപ്പമാണ്. പണം ഉണ്ടായാൽ എല്ലാമായി എന്നാണ് ഇക്കൂട്ടർ കരുതുന്നത്. പണത്തിൻ്റെ മുകളിൽ പരുന്തും പറക്കില്ല എന്ന് പഴമക്കാർ പറയുന്നതും ഇതേ അർത്ഥത്തിലാണ്. ഇന്നത്തെ വചനഭാഗത്തിലെ യുവാവ് 3 പ്രത്യേകതകൾ ഉള്ള വ്യക്തിയാണ്. ഒന്ന്, അയാൾ ദൈവപ്രമാണങ്ങൾ അനുസരിക്കുന്ന വ്യക്തിയായിരുന്നു. യുവാവിൻ്റെ വാക്കിൽ തന്നെ അത് സ്പഷ്ടമാണ്. ഇവയെല്ലാം ഞാൻ ചെറുപ്പം മുതലേ അനുസരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കണമെന്ന യഹൂദ പാരമ്പര്യം വളരെ കൃത്യമായി പാലിക്കുന്ന വ്യക്തിയായിരുന്നു ആ യുവാവ്. യേശു ഓരോ പ്രമാണങ്ങൾ എടുത്തെടുത്ത് പറയുമ്പോഴും അതെല്ലാം ഞാൻ ചെറുപ്പം മുതലേ അനുസരിക്കുന്നവനാണ് എന്ന് യുവാവ് സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാ പ്രമാണങ്ങളും അനുസരിക്കുന്ന എനിക്ക് ഇനി എന്താണ് ഒരു കുറവ് എന്നതാണ് അയാളുടെ അടുത്ത ചോദ്യം. അവിടെയാണ് യേശു അയാളുടെ ജീവിതത്തിലെ മറ്റൊരു വശത്തിലേക്ക് വെളിച്ചം വീശുന്നത്. വലിയ സമ്പന്നനായിരുന്നിട്ടും മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കാത്ത നീ സഹോദര സ്നേഹത്തിൽ നിന്ന് വളരെ അകലെയാണ് എന്ന് യേശു അയാളെ ഓർമ്മപ്പെടുത്തുന്നു. 2, നിത്യരക്ഷ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ യുവാവ്. ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു നല്ല വ്യക്തിയായിട്ടാണ് ആ യുവാവിനെ നാം കാണുക. കാരണം ചെറുപ്പം മുതൽ പഠിച്ച നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളുമെല്ലാം അനുസരിക്കുവാൻ അയാൾ ശ്രദ്ധിച്ചിരുന്നു. അതിനാൽ നിത്യരക്ഷ ലഭിക്കുവാൻ താൻ അർഹനാണ് എന്ന് അയാൾ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. നിയമങ്ങളുടെ അന്തസത്ത മറന്ന് അതിനെ വള്ളിപൊള്ളി വ്യത്യാസമില്ലാതെ അനുസരിക്കുവാനാണ് അയാൾ പരിശ്രമിച്ചത്. പ്രമാണങ്ങളുടെ അന്തസത്യ ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും അധിഷ്ഠിതമാണ് എന്ന് അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു. പ്രമാണങ്ങൾ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്ന മനോഭാവമാണ് എന്ന് ആ യുവാവ് ധരിച്ചില്ല. അതുകൊണ്ടാണ് നിന്റെ സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണമെന്ന് യേശു പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളുവാൻ അദ്ദേഹത്തിന് സാധിക്കാതെ വന്നത്. 3, തൻ്റെ സമ്പത്തിനെയും സൗഭാഗ്യങ്ങളെയും അധികം സ്നേഹിച്ച വ്യക്തിയായിരുന്നു ആ യുവാവ്. നിത്യജീവനിൽ നിന്ന് നിന്നെ അകറ്റുന്ന കുറവ് സമ്പത്താണ് എന്ന് യേശു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ ദുഃഖമാണുണ്ടായത്. താൻ സ്വരുക്കൂപ്പിട്ടിയ സമ്പത്തെല്ലാം വിട്ടുകളയുവാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. താൻ ഉണ്ടാക്കിയ സമ്പത്തിലൂടെ തനിക്ക് നിത്യരക്ഷ നേടാൻ സാധിക്കും എന്നാണ് അയാൾ കരുതിയത്. എന്ന് ഈ സമ്പത്തുകൾ തന്നിൽ നിന്ന് മാറ്റുന്നുവോ അന്ന് ഞാൻ ഇല്ലാതാകും എന്നാൽ അയാൾ കരുതി. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കാൻ സാധിക്കുകയില്ല എന്ന വചനവും
അദ്ദേഹത്തിന് ബോധ്യം നൽകിയിരുന്നില്ല. സമ്പത്തിനെ ദൈവമായി കണ്ട അദ്ദേഹം ഒരിക്കലും അവിടുത്തെ പ്രമാണങ്ങൾ യഥാർത്ഥത്തിൽ അനുസരിക്കുകയായിരുന്നില്ല. സഹോദരൻ്റെ വേദന കാണാതെ അതില്ലാതാക്കാതെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ കഴിയുകയില്ല. സമ്പത്ത് ദൈവമായി മാറുമ്പോൾ മറ്റെല്ലാം മറക്കാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. പലപ്പോഴും നാമും ഈ യുവാവിനെ പോലെയാണ്. തങ്ങൾ വലുതായി കരുതുന്ന കാര്യങ്ങളെ ദൈവത്തിന് വേണ്ടി ഉപേക്ഷിക്കുവാൻ നാമും ഒരിക്കലും തയ്യാറല്ല. കാരണം അതിന് നാം നൽകുന്ന സ്ഥാനം ദൈവത്തിനും മുകളിലാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശുവിൽ നിന്ന് അകറ്റുന്ന ഓരോ കുറവുകളുണ്ട്. ദൈവസന്നിധിയിലിരുന്ന് ആ കുറവുകൾ കണ്ടെത്തുവാനും അതിനെ പരിപൂർണമായി ഉപേക്ഷിക്കുവാനും തയ്യാറാകുമ്പോൾ നാമും നിത്യരക്ഷ പ്രാപിക്കാൻ അർഹരാകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.